ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഇതിന് ഇടിയപ്പം എന്നാണ് പറയുന്നത്. ചിലയിടത്തൊക്കെ ഇതിന് നൂൽപുട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും സ്റ്റൂവുമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇന്ന് എല്ലാവരും ഒരു വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് രണ്ടുണ്ട് കേട്ടോ ഉദ്ദേശം. ഒന്ന്, നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർക്കും കൂടി കൊടുക്കണം. അതാണ് കേട്ടോ മെയിൻ ഉദ്ദേശം. നമ്മൾ കേരളമൊക്കെ വിട്ട് വെളിയിൽ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പാത്രത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ കാലിപാത്രം തിരിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമസ്തേ പറയണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ നമ്മളെ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ കാലിപാത്രം തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിന് മുമ്പ് അവർ തന്നിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഇഡ്ഡലി, ദോശ, അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ഇടിയപ്പം ഒക്കെ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി ആണല്ലോ. അപ്പം അതുണ്ടാക്കി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ നമ്മൾ കേരളക്കാർക്ക് ഈ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു ക്ഷാമവും ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കും കൂടി കൊടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് രണ്ടുണ്ട് ഉദ്ദേശം. അവരുടെ ടേസ്റ്റും അവരുടെ കൾച്ചറും ഒക്കെ നമുക്കും അറിയാൻ പറ്റും. നമ്മുടെ ടേസ്റ്റും കൾച്ചറും ഒക്കെ അവർക്കും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഹിന്ദിക്കാരുടെ ആയാലും ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ സ്റ്റൂ ഇല്ലേ, ആദ്യം അത് വെള്ള കളറിലായിരുന്നു കേട്ടോ. പിന്നെ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ ഇനി വെള്ള കളർ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അത് കുറച്ചൊന്ന് കളർഫുൾ ആക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനങ്ങ് കളറാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. ഇനി അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഉച്ചക്കത്തേന് നമുക്ക് ചീനിയാണ് കേട്ടോ. ചീനി വേവിക്കുമ്പം ഓൾറെഡി അതിൻ്റെ കൂടെ നോൺ വെജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നോൺ വെജ് ഈ ഹിന്ദിക്കാരൊന്നും കഴിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് അവരെന്തെങ്കിലും പാത്രത്തിൽ തരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ നോൺ വെജ് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പാത്രം നമുക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് അത് രാവിലെ ഞാനതങ്ങ് തിരിച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ ഇതിന് ചീനി എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ചിലരൊക്കെ ഇതിനെ കപ്പ എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ചീനി, അതായത് മരച്ചീനി. പിന്നെ മരച്ചീനി നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ പറയാറില്ല. നമ്മൾ ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശ്രീചേട്ടൻ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പം നാട്ടിലിപ്പോൾ ചീനിക്ക് എന്താ വില? ഇവിടെ 1 കിലോ ചീനി 80 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിലോ ചീനി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സമയത്ത് നമുക്കിതിൻ്റെ ഒന്നും വില മനസ്സിലാവില്ല. ഇപ്പം കേരളമൊക്കെ വിട്ട് വെളിയിൽ വന്നിട്ട് നമ്മൾ പൈസ കൊടുത്തത് വാങ്ങുമ്പോഴാണ് കേട്ടോ അയ്യോ ചീനിക്കൊക്കെ ഇത്ര വിലയോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ മലയാളിക്കടയിലെ വില ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞാൻ ചീനി അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ അരിയുന്നത് ശരിയാവുന്നില്ല, എങ്കിൽ ഞാൻ അരിയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അരിഞ്ഞു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചീനി അരിയാൻ അറിയില്ല കേട്ടോ. ഞാൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തോരൻ പരമാവും. അതാണ് അവസ്ഥ. അപ്പോൾ അതെ മക്കള് സൈഡിൽ ഡ്രോയിങ് വരപ്പാണ്. അവർക്ക് ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്ദു ചോദിക്കുന്നത് അവൻ്റെ ഡ്രോയിങ് കൊള്ളാമോ എന്നാണ് കേട്ടോ. അവൻ്റെ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേന്നാണ് കേട്ടോ അവൻ പറയുന്നത്. അപ്പം അവൻ ഫുള്ള് എനിമി ക്യാരക്ടറാണ് കേട്ടോ വരയ്ക്കുന്നത്. എന്തൊക്കെയോ പേര് പറയുന്നേക്കാം. പിന്നെ മൂത്ത മോന് അതെ അവിടെ ഇരുന്ന് വരയ്ക്കുന്നത്, അവനെ നമ്മൾ വീട്ടിൽ സച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവൻ വരയ്ക്കുന്നത് കമ്പ്യൂട്ടറിൽ കാണുന്ന എന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയേ, കമ്പ്യൂട്ടറിൽ കാണുന്ന ഞാൻ തന്നെയാണോ അവനെ വരച്ചു വെച്ചിരിക്കുന്നതെന്ന്. ആണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അവൻ അത്രയും വരച്ചിട്ട് അവിടെ നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവനും അവിടെ ഹോളിഡേയ്സ് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കുട്ടികൾ. അപ്പം ചീനയുടെ കൂടെ നമുക്ക് ഇന്ന് പോത്തിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഒക്കെ ഞാൻ ശരിയാക്കി വെച്ചു. പോത്ത് കുരുമുളകും എല്ലാം ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചപ്പോഴേക്കും ശ്രീചേട്ടൻ അത് ഫുള്ള് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ട് ആ നടുക്കലത്തെ നാര് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. വീട്ടിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ അരിയുന്ന സമയത്ത് ആ നടുക്കലത്തെ നാര് അങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ബാക്കി ഇങ്ങനെ ആ ചീനി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാക്സിമം നോക്കി, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല. എന്ത് തന്നെ ആയാലും അത് ഇടിച്ച് ഇളക്കി മറിക്കാനുള്ളതാണല്ലോ. പിന്നെ അതുകൊണ്ട് അത് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇനി അത് വഴട്ടിയല്ല കുറച്ച് ചാറുകറിയായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. കാരണം ചീനി ഉള്ളത് കൊണ്ട് കുറച്ച് ചാറായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് ചാറുകറിയായിട്ടാണ് വെക്കുന്നത്.
ആ ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നാട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ മെയ് ജൂൺ ഈ മാസം എന്നൊക്കെ പറയുന്നത് നമ്മൾ നാട്ടിൽ പോകുന്ന തിരക്കിലാണല്ലോ. നമ്മളിങ്ങനെ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ നാട്ടിൽ പോകുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ന്യൂ ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ ആ ഒരു ജനുവരി ഒക്കെ തുടങ്ങുമ്പോഴേ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നാട്ടിൽ പോകാറായി, നാട്ടിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണല്ലേ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നാട്ടിൽ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് കേട്ടോ. കാരണം ഏപ്രിൽ കുട്ടികൾക്ക് സ്കൂൾ റീഓപ്പൺ ആവും. പിന്നെ മെയ് ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോകുന്നത് എല്ലാ പ്രാവശ്യവും. പക്ഷേ ഈ പ്രാവശ്യം അതിന് ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് മുമ്പായിട്ട് നമ്മൾ നാട്ടിൽ എത്തണം എന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. കാരണം രണ്ടുണ്ട് ഉദ്ദേശം. ഒന്ന്, നമ്മുടെ സച്ചുമോൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് മാസത്തിൽ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ വേണമല്ലോ. അപ്പം നാട്ടിൽ പോക്ക് പിന്നെ ആ സമയത്ത് നടക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ വീട് വെച്ചിട്ട് ഏകദേശം 1-2 വർഷമായിട്ടോ ഇതുവരെയൊക്കെ അത് പാല് കാച്ചിട്ടില്ല. അതാണ് ആക്ച്വലി മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു വിഷുവിന് പാല് കാച്ചി കയറി താമസിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുന്നത്. വീടിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു 70% 80% ഒക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ കിച്ചൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രാവശ്യം വിഷുവിന് നാട്ടിൽ പോയിട്ട് വീടൊക്കെ പാല് കാച്ചി അതിനകത്ത് കുറച്ച് ദിവസമൊക്കെ താമസിച്ചിട്ട് മെയ് ആകുമ്പോഴേക്കും തിരിച്ചു വരാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ മെയ് ജൂൺ മാസത്തിൽ നമ്മൾ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇന്ത്യ പാക് വാർ വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്കൊന്നും ലീവ് കിട്ടിയില്ല. അത് മാത്രമല്ല പോയ ആൾക്കാരെയൊക്കെ തിരിച്ചു വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ആ വർഷം നാട്ടിൽ പോയത്. ശ്രീചേട്ടൻ പിന്നെ ലാസ്റ്റ് ഒരു 10 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് കേട്ടോ നാട്ടിൽ വന്നത്. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് പാല് കാച്ചൊന്നും നടത്തിയില്ല. കാരണം നമുക്ക് ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ശരി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം പാല് കാച്ചി നടത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നത്. പാല് കാച്ചി കയറിയാൽ അതിൽ കുറച്ച് ദിവസം ഒന്ന് താമസിക്കണം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും അടച്ചിടാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അപ്പോൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാലൊക്കെ കാച്ചി കയറിയിട്ട് കുറച്ച് ദിവസമൊക്കെ താമസിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് കേട്ടോ. പിന്നെ അടച്ചിടാനുള്ളതായതുകൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം നമുക്ക് കയറി കിടക്കാനും അത്യാവശ്യം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴേ അതൊന്നും വാങ്ങിടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ബഡ്ജറ്റ് ഒരു മെയിൻ വിഷയമാണല്ലോ. അപ്പോൾ എല്ലാം കൂടി വന്നതുകൊണ്ട് ഇത്ര വലിയ ഒരു അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഈ വർഷത്തിൽ നാട്ടിൽ പോകുന്ന സമയത്ത് ആകെ 20-25 ദിവസത്തെ ലീവാണ് കേട്ടോ കിട്ടുന്നത്. അത് 20-25 ദിവസം നാട്ടിൽ പോകുന്ന സമയത്ത് അത് അറിയാനേ പറ്റില്ല 20-25 ദിവസം പോകുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി ഇരിക്കും. അവിടെ ചെല്ലുമ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. നമുക്കൊന്ന് നിന്ന് തിരിയാനുള്ള സമയത്തിന് മുമ്പേ ആ ദിവസം ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ 3-6 ദിവസം ട്രെയിനകത്ത് പോകുമല്ലോ, ബാക്കിയുള്ളതേ കിട്ടുള്ളൂ. എന്ത് തന്നെ ആയാലും നമ്മൾ നാട്ടിൽ പോകുന്നതും ആ ഒരു സന്തോഷവും അവിടെ ചെല്ലുമ്പം അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കാം, എന്തൊക്കെയല്ലേ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേനും എൻ്റെ ഫുഡൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തോരനും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ക്യാബേജും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ചീനയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലതേ നമ്മുടെ പോത്ത് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ ഞാനങ്ങ് ഓഫാക്കി വെച്ചു കേട്ടോ. കാരണം കുറച്ച് ചാറുകറി വേണമല്ലോ, അതുകൊണ്ട് അതങ്ങ് ഓഫാക്കി വെച്ചു. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചീനി ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിങ്ങനെ ഒന്നുകിൽ മീനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല അടിപൊളി ഉപ്പുമുളക്, വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ ഉപ്പുമുളക് കുടയ്ക്കും കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ നമുക്ക് ഉപ്പുമുളക് ഉടയ്ക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ചതച്ചിട്ടിട്ട് അങ്ങനെ ഇട്ട് ഇളക്കിയിട്ടാണ് കേട്ടോ ചീനി എടുത്തത്. എന്നിട്ട് പോത്തിൻ്റെ കറിയും കൂട്ടിയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പം നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതില്ല. നല്ലാതെ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഇളക്കിയെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തോരനും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് ഫുഡ് ഒന്ന് കഴിക്കണം. അപ്പോഴേക്കും നന്ദുമോൻ ഡ്രോയിങ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു എനിമി ക്യാരക്ടറാണ് കേട്ടോ. ആ മൊബൈലിൽ കാണുന്ന ഡ്രോയിങ് ആണ് അവൻ ഈ താഴെ വരച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ? അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ എന്താ പറയുന്നത്, ചീനിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ടേബിളിന് ഇപ്പോഴാണ് കേട്ടോ ഒരു മോക്ഷം കിട്ടിയത്. ഇതിൻ്റെ മേളിൽ ഫുള്ള് ഇവരുടെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാരണം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ടേബിൾ ആക്ച്വലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിയ ടേബിളാണ്. പക്ഷേ അത് വാങ്ങിയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് ആ ടേബിൾ കിട്ടിയിട്ടേ ഇല്ല. അന്ന് തൊട്ട് അത് അവരുടെ ബുക്കും പുസ്തകമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ കിട്ടിയ കോട്ടേജിൽ നമുക്ക് അലമാരിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുട്ടികളെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. അതെ, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. ഇപ്പോൾ കേരളത്തിലുള്ള മലയാളികൾ കൂടുതൽ കേരളത്തിന് വെളിയിലാണല്ലേ. അപ്പോൾ നിങ്ങൾ എത്ര പേര് നാട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.